നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മുഖത്ത് നോക്കി ഇതുപോലെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഇവൾക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല കൈവിഷം അവളുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. ചന്ദ്രികയും മാധവനും ചേർന്ന് പണി തുടങ്ങി. ആശ്വസിപ്പിക്കലും ഉറപ്പുകൊടുക്കലും ഒക്കെ കഴിഞ്ഞ് കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവിടേക്ക് നിന്റെ മോൻ നുഴഞ്ഞേറി കാണൂലോ. ആ സൽപുത്രന് ചായ കൊടുത്തു എന്നാണ് ഞാൻ ചോദിച്ചത്. അവൻ വന്നിട്ടില്ല. വരാനൊട്ടും സാധ്യതയില്ല. മാധവൻ നായരുടെ വീട്ടിലല്ലേ അവന്റെ അന്തിയുറക്കം. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന അവന്റെ ചന്ദ്രികാമയുണ്ടല്ലോ അവിടെ, അവന്റെ കമ്മായി. എന്താടി എന്റെ മുഖത്തൊരു കടുപ്പം? ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? ഭർത്താവിന്റെ തല്ലും ഭീഷണിയും സഹിച്ച് ഭയന്ന് ജീവച്ഛവമായി പോയ ഒരു മനുഷ്യക്കോലം. അതാണല്ലോ ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. തല്ലി കൊല്ലുന്നെങ്കിൽ കൊല്ല്. എന്നാലും ചിലത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചന്ദ്രിക അത്തരക്കാരിയൊന്നും അല്ല. സ്വന്തം മക്കളെ ആൺപിള്ളേർക്ക് കൂട്ടിക്കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരിയെ അല്ലാന്ന്. പിന്നെ ശ്യാമിന്റെ കാര്യം, വന്ദന സ്വന്തം അപ്പച്ചിയുടെ മകളാണെന്ന സത്യം അവൻ അറിയില്ല. അഥവാ അറിയാമെങ്കിലും നിലവിട്ട് പെരുമാറുന്നവനല്ല ശ്യാം. ശ്യാം തന്നേക്കാൾ പ്രായമുള്ള വന്ദനയെ കെട്ടിക്കളയുമെന്ന ദുഷിച്ച ചിന്ത നിങ്ങൾ ഉപേക്ഷിക്കണം. നിക്ക്. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആ ചിന്ത ഉപേക്ഷിക്കുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആവൂ? അങ്ങനെ പരിഹാരം ആവണമെങ്കിൽ നിങ്ങൾ ഒരു പടി കൂടെ മുന്നോട്ട് പോണം. മാധവനും ചന്ദ്രികയ്ക്കും ഒത്തിരി പരിമിതികളുണ്ട്. സഹോദരങ്ങളൊക്കെ ജാതകദോഷക്കാരിയാണെന്നും പറഞ്ഞ് ആ വന്ദനയെ മൂലയിൽ ഒതുക്കിയിരിക്കുക. നിങ്ങളുടെ സ്വന്തം സഹോദരി ചന്ദ്രികയുടെ മകളല്ലേ വന്ദന? സ്വന്തം അനന്തരവള്. നിങ്ങൾക്ക് സ്വത്തും സ്വാധീനവും ഒക്കെ ഉണ്ടല്ലോ. ഒരമ്മാവന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വന്ദനയുടെ വിവാഹം നടത്തിക്കൊടുത്തൂടെ? നിങ്ങളൊന്ന് വിളിക്കേ വേണ്ടു. ചന്ദ്രിക പൊന്നാങ്ങളെ കാണാൻ ഓടി വരും. ഒരു പുതിയ ജീവിതം ഉണ്ടാവും. അങ്ങനെ വരുമ്പോ ശ്യാമിന്റെ വല്ലാതെ മുരടിച്ചു പോയ മനസ്സിനും വലിയ മാറ്റം ഉണ്ടാവും. നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിന്റെ കഴുത്തിൽ തന്നെ അവൻ താലി കെട്ടുകയും ചെയ്യും. അങ്ങനെ ഈ കുടുംബവും ചന്ദ്രികയുടെ കുടുംബവും രക്ഷപ്പെടും. നഷ്ടപ്പെടാൻ കുറെ ദുരഭിമാനവും പിടിവാശിയും മാത്രം. ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ട ഉപദേശം രണ്ടും കൽപ്പിച്ച് ഭാര്യ തന്നു കഴിഞ്ഞു. സ്വീകാര്യമല്ലെങ്കിൽ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് തള്ളാം.
ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പറയണമെങ്കിൽ ഇവൾക്ക് എന്തോ മാനസിക തകരാറുണ്ട്. എന്റെ മുഖത്ത് നോക്കി ഇതുപോലെ വിളിച്ചു പറയാനുള്ള ധൈര്യം ഇവൾക്ക് ഉണ്ടാവണമെങ്കിൽ നല്ല കൈവിഷം അവളുടെ ഉള്ളിൽ പോയിട്ടുണ്ട്. ചന്ദ്രികയും മാധവനും ചേർന്ന് പണി തുടങ്ങി. അയ്യോ തെറ്റി തെറ്റി. അച്ഛൻ ഈ കളി തീരെ അറിയില്ല. ശരിയാ മോളെ, അച്ഛച്ചന്റെ കുട്ടിക്കാലത്ത് ഈ ഗെയിം കളിയൊന്നും ഇല്ലല്ലോ. കുട്ടിയും കോലും കളിക്കും, പിന്നെ കല്ല് കളിയുണ്ട്, പിന്നെ കള്ളനും പോലീസും കളിക്കാനും അറിയാം. ഞാൻ കള്ളനും മോള് പോലീസുമായിട്ട് നമുക്കൊന്ന് ഓടി കളിച്ചാലോ? അത് കൊള്ളാം. പക്ഷെ നമ്മൾ ഓടിക്കളിക്കുന്നത് വന്ദനമ്മ കണ്ടുകൊണ്ട് വന്ന വരക്ക് പറയും. അച്ഛൻ എന്ന കള്ളന്റെ നടു തല്ലി ഓടിക്കും വന്ദനമ്മ. മോൾക്ക് വന്ദനാമ്മ ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ വാങ്ങി തരാറുണ്ടോ? പക്ഷെ ഐസ്ക്രീം കഴിക്കുമ്പോ എനിക്ക് ഛർദില് വരും. ഒയ്യോ, അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറയും. അതെന്താ മോളെ അങ്ങനെ? മോൾക്ക് ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. ഇപ്പഴും ഇഷ്ടമൊക്കെ തന്നെയാ, ഛർദിലും വരില്ല. പക്ഷേ എന്താ? ഐസ്ക്രീം വാങ്ങാനൊന്നും വന്ദനമ്മയുടെ കയ്യില് പൈസ ഇല്ല. അതുകൊണ്ട് ഞാൻ ഛർദിൽ അഭിനയിക്കുന്നതാ. അങ്ങനൊന്നും മോള് വിഷമിക്കണ്ട. മോൾക്ക് ഐസ്ക്രീം വാങ്ങാനുള്ള പൈസ അച്ഛൻ തരാം കേട്ടോ. എനിക്ക് ഐസ്ക്രീം മാത്രമല്ല ക്രീം ബിസ്ക്കറ്റ് വേണം. അതും വാങ്ങിച്ചു തരാം. പിന്നെ നിന്റെ വന്ദനാമ്മയ്ക്ക് ക്രീം ബിസ്ക്കറ്റിനോട് ഭയങ്കര കൊതിയാ. ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇല്ല, കൊടുക്കില്ല. കൊതിച്ച് അമ്മ, കൊതി ഊറി വെള്ളം ഇറക്കട്ടെ. കളിച്ചും ചിരിച്ചും ഇപ്പൊ ചുമ വരെയൊക്കെ ആയോ? അധികം സ്ട്രെയിൻ എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? മോളെ, എനിക്കൊരു കുഴപ്പമില്ല. കൊച്ചുമോളോട് കളിക്കാനുള്ള ആരോഗ്യമില്ലെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ അമ്മയും മോളും കൂടെ കളിക്കും. മോളെ, മോളെ ബോർഡിങ്ങിലാക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അല്പം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. നീ അതൊന്നും കാര്യമാക്കണ്ട. നിനക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും അച്ഛൻ ഇനി പറയില്ല. ദിയമോള് ഇവിടെ നമ്മളോടൊപ്പം കഴിഞ്ഞാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.